1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡിലൊക്കെ വരുന്ന ഒരു പരസ്യത്തിന് പുറകിൽ ഒരു വലിയ അധ്വാനം ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല. അതിൻ്റെ ചില തമാശകളുണ്ട്, ഓൺ ലൊക്കേഷൻ തമാശകളുണ്ട്. ദിനേശിന് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടാവും? കഴിഞ്ഞ മാസം ഒരു ഫ്രൂട്ടോമാൻസ് എന്ന് പറഞ്ഞ കേരളത്തിലെ ലീഡിങ് ബ്രാൻഡ്, ഈ ജാം സ്ക്വാഷിൻ്റെ ഒക്കെ ഒരു ബ്രാൻഡ് ഫ്രൂട്ടോമാൻസ്, അവരെ വെച്ച് കുറച്ച് കുട്ടികളെ വെച്ചിട്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആതിരപ്പള്ളി വാഴച്ചാലിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ആതിരപ്പള്ളി വാഴച്ചാലിൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വെച്ചിട്ടാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത്. കുറച്ച് ദൂരം വെള്ളത്തിലൂടെ നടക്കണം. അപ്പോൾ ഇത്തിരി ഒഴുക്കുള്ള വെള്ളമാണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും ഒരിക്കലും നടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് 2 പാലങ്ങൾ നിർമ്മിച്ചാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് ലൊക്കേഷനിലേക്ക് എത്താം. പിന്നെ താഴത്തേക്ക് ഇറങ്ങി വരാനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ പിന്നെ ഒരു കുട്ടിയുടെ ഒപ്പം തന്നെ 3-4 പേരുണ്ട്. മൊത്തം ഒരു 60-70 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഇത്രയും പേര്, ക്യാമറ, എല്ലാ സാധനങ്ങളും ചുവന്ന് താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് അവിടുത്തെ ലോക്കൽസാണ് ഈ പണി ചെയ്യാനായിട്ട് ഏറ്റവും മിടുക്കന്മാർ. അപ്പോൾ അവരെ നമ്മൾ പണം കൊടുത്ത്, ആർട്ട് ഡയറക്ടർ ബാവയായിരുന്നു. ബാവ പണം കൊടുത്ത് എല്ലാം ഏൽപ്പിച്ച് എല്ലാം റെഡിയായി. ഓക്കെ, ഞങ്ങളൊക്കെ കിടന്നുറങ്ങി. വെളുപ്പിന് 5 മണിക്ക് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് പരപര വെളുത്തപ്പോൾ ഇത്രയും ഒരു സമയമെടുത്ത് താഴെ ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാലം പണിക്ക് ഏൽപ്പിച്ചവർ 3 പേരും ഏതോ ഒരു ലോക്കൽ സാധനം അടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന സീനാണ് കണ്ടത്. ഒറ്റ ദിവസത്തെ ഷൂട്ടിങ്ങാണ്. അതിനുള്ള ബജറ്റേ നമുക്കുള്ളൂ. എല്ലാവരും ഈ പറഞ്ഞ പോലെ തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ച് കുറേ പേര് തിരിച്ച് മുകളിലേക്ക് ഓടി റീപ്പറുകളും പലകളൊക്കെ കൊണ്ടുവന്ന് 1 മണിക്കൂർ എടുത്ത് ആ പാലം അവിടെ പണിത് പിള്ളേരൊക്കെ എടുത്ത് കടത്തിയാണ് ഷൂട്ടിങ് തുടങ്ങിയത്. ആദ്യം കാണുമ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളാണ്. എൻ്റെ സിനിമകളിൽ തന്നെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, കമൽ സാറിൻ്റെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഒരു ആഡ് ഫിലിം മേക്കർ എന്നുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? ശരിക്ക് ഈ വർഷങ്ങളിലൂടെ ഗ്രാജുവലായിട്ട് സംഭവിച്ചതാണ്. അതായത് സിനിമയിൽ വന്ന സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ പാർട്ട്നേഴ്സുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ സിനിമയില്ലാത്ത ഇടവേളകളിൽ നമുക്കിത് വേറെ എന്ത് ചെയ്യാം, ഈ ഫിലിം മേക്കിങ്ങിനോട് ഒരു പാഷൻ നേരത്തെ ഉള്ളതുകൊണ്ട് ഞാൻ ബോംബെയിൽ കുറച്ചാളുണ്ടായിരുന്ന സമയത്ത് ഈ ഏജൻസികളിൽ കോപ്പി എഴുതാനും പിന്നെ ആഡ് ഫിലിംസിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും ഡബ്ബിങ്ങിനും അങ്ങനെ കുറേ പരിപാടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഡിൻ്റെ ഒരു മേഖലകൾ എന്നും ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നിയിരുന്നു. മെയിൻ സ്ട്രീമിലേക്ക് വരാൻ കഴിയുന്നു എന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലും ചെറിയ നമ്മളേതായി ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ഒരു നടൻ എന്നുള്ള നിലയിൽ ആഡ് ഫിലിം മേക്കിങ്ങിൽ ദിനേശിൻ്റെ കോൺട്രിബ്യൂഷൻ? വളരെ കുറച്ച് ഫിലിംസിൽ അഭിനയിച്ചിട്ടുള്ളെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ ലാൽവേട്ടൻ്റെ പടങ്ങളിൽ, പിന്നെ കമൽ സാറിൻ്റെ പടം, സത്യേട്ടൻ്റെ പടം, സിബി സാറിൻ്റെ പടം, അങ്ങനെ കുറച്ച് മലയാളത്തിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഡയറക്ടേഴ്സിൻ്റെ പടത്തിലാണ് ഞാൻ അഭിനയിച്ചതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ ഒത്തിരി എന്നെ ഈ ആഡ് ഫിലിം മേക്കിങ്ങിൻ്റെ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ചിത്രങ്ങൾക്ക് എപ്പോഴും മോഡൽസ് പുറമേ നിന്നായിരിക്കും. ബോംബെ, ഡൽഹി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുനിന്ന് വളരെയായിരിക്കും മോഡൽ. അപ്പോൾ ഇവരെ നമ്മൾ എനാക്ട് ചെയ്ത് കാണിച്ചിട്ട് വേണം. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ എന്താണ് മീനിങ് ഒന്നും കറക്റ്റായിട്ട് പിടികിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ പരസ്യമായതുകൊണ്ട് ക്വിക്ക് എക്സ്പ്രഷൻസ് ആയിരിക്കും, എല്ലാം ചെറിയ എക്സ്പ്രഷൻസ്. അപ്പോൾ അഭിനയിച്ച് കാണിക്കുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് സഹായകരമാവാറുണ്ട്. ഞങ്ങളിപ്പോൾ ദുബായിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറബി ഭാഷ അറിയില്ല, പക്ഷേ അറബീനെ പോലും അഭിനയിച്ച് കാണിക്കുമ്പോൾ അറബി ഹാപ്പി ആകും. അപ്പോൾ അറബി, ലെബനിയൻ അങ്ങനെ താരങ്ങളെല്ലാം വളരെ രസകരമായിരുന്നു. മരുഭൂമിയിലൊക്കെ ചുട്ടുവളർന്ന് ചൂട് നിൽക്കുമ്പോൾ ഇവരിത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു ഇൻസ്പിറേഷൻ വരും. അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ഒരു അറിവില്ലാത്തൊരു സാധനം കാണിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അവർക്ക് നമ്മുടെ ലാംഗ്വേജായിട്ട് യാതൊരു ബന്ധമില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഈ കൊച്ചുകുട്ടികളെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ധാരാളം ആഡുകൾ കൊച്ചുകുട്ടികളെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോൺസ് കൂടെ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. സ്കൂബിയുടെ ബാഗ്, കാൻഡിമൻ സ്കൂൾ ബാഗ്, ഇപ്പോൾ ഫ്രൂട്ടോമാൻസ്, അങ്ങനെ കുറേ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ വെച്ചിട്ട് പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ നമ്മളിപ്പോൾ അവരുടെ അറിയായിരിക്കുമല്ലോ, കുട്ടികളെ വെച്ചിട്ടൊരു ഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊന്ന് ഗ്രൂം ചെയ്യിക്കുന്ന ഒരു പരിപാടിയില്ല ആദ്യം. അപ്പോൾ ഇതൊക്കെ ഒരു ഹാൻഡിൽ ചെയ്യാൻ ശരിക്കും ഈ ആക്ടിംഗ് എന്നുള്ള ഇത് വളരെ ഗുണം ചെയ്തു. അപ്പോൾ നമ്മളിത് ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് പാടുന്നത്. ആ കൊച്ചു പാടുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അങ്ങനെ കളിക്കല്ലേ മോനെ കളിക്കല്ലേ, കളിച്ചാൽ നിന്നെ ഞാൻ കുളിപ്പിക്കും. അപ്പോൾ അവിടുന്ന് എന്താ ചുമ്മാ Bombi. Hey, we'll go for a take. Okay, ready le? Ready, get ready. Ready, 1, 2, 3, go! ഒരു ഡ്രോയിങ്. കളിക്കല്ലേ മോനെ കളിക്കല്ലേ, കളിച്ച നിന്നെ ഞാൻ കുളിപ്പിക്കും. എന്താ ചുമ്മാ ബോംബി. ബാംബിയാ? കളിക്കല്ലേ മോനെ കളിക്കല്ലേ, കളിച്ച ഞങ്ങളെ കുളിപ്പിക്കും. കളിക്കല്ലേ മോനെ കളിക്കല്ലേ, കളിച്ച ഞങ്ങളെ പറപ്പിക്കും. കളിക്കല്ലേ. വെരി ഗുഡ്. ധാരാളം ആഡുകൾ, എനിക്ക് തോന്നുന്നു ഒരു 5000-ലധികം ആഡുകൾ ബോംബെയിൽ നിന്ന്, നാഷണൽ പരസ്യങ്ങൾ. അതിൽ അമിതാഭ് ബച്ചന്, പരേഷ് റാവലിന്, അമീർ ഖാൻ, എല്ലാവർക്കും ശബ്ദം കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലേക്ക് വരുന്ന ശബ്ദം എൻ്റെ ആയിരിക്കും ആ സമയത്ത് അവിടെ ചെയ്യുന്നത്. ഒരു എക്സ്പ്രഷൻ ചെയ്യുന്നു. അപ്പോൾ ആ എക്സ്പ്രഷൻ ഇത്ര ടൈമിനുള്ളിൽ വേണം എന്നുള്ളതിന്
എന്താണ് അതിനുള്ളൊരു സിനിമയിലെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള എക്സ്പ്രഷൻ വേണം. ആഡിന് എല്ലാം കുറച്ചും കൂടി ക്വിക്കായിരിക്കും. ഒരു 30 സെക്കൻഡ് ഇപ്പോഴൊക്കെ വന്ന് 20 സെക്കൻഡ് 15 സെക്കൻഡൊക്കെയാണ് ഒരു ആഡ് വരുന്നത്. അപ്പോൾ ഈ 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കഥയും പറഞ്ഞു കഴിയണം, പ്രോഡക്റ്റിനെ കുറിച്ചും പറഞ്ഞു കഴിയണം എന്ന് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ആദ്യമേ കഥ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സ്ക്രിപ്റ്റിനെ കട്ട് ഷോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് 1 മിനിറ്റിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി 30 ആക്കും, 30ൻ്റെ 20 ആക്കും. ആ 20-ൽ തന്നെ നമ്മൾ തന്നെ ടൈം ഇട്ട് അഭിനയിച്ച് നോക്കും. അപ്പോൾ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആക്ടിങ് സംഭവം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന മോഡൽസിനെ ഇങ്ങനെ ക്വിക്കായിട്ട് ചെയ്യാമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് ഇവർക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ക്വിക്കായിട്ടുള്ള ജസ്റ്റ് എക്സ്പ്രഷൻസും കാര്യങ്ങളായിരിക്കും. അപ്പോൾ മെയിനായിട്ട് സ്ക്രിപ്റ്റ് കട്ട് ഷോട്ട് ചെയ്യുക എന്നുള്ളതാണ്. Ready, 1, 2, 3, go! ജിസ്മോനിൽ നിന്ന് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, എന്താണ് ഈ TVC ഫാക്ടറി? TVC ഫാക്ടറി ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ്, TV കമേഴ്ഷ്യൽ ഫാക്ടറി. അപ്പോൾ നമ്മളൊരു ഫാക്ടറി എന്തുകൊണ്ട് ഫാക്ടറി എന്നൊരു പേര് വരണമെന്ന് വെച്ചപ്പോൾ നമ്മളുടെ ചിന്തകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഫാക്ടറിയിൽ നിന്നാണ്, നമ്മുടെ ഓഫീസിൽ നിന്നാണ്. അവിടെ നിന്ന് നമ്മൾ സ്റ്റോറി ബോർഡ് ചെയ്യുന്നു, അവിടെ നിന്ന് നമ്മൾ സ്റ്റോറി ബോർഡിന് അനിമാറ്റിക്സ് ചെയ്യുന്നു. എല്ലാ ഡിസ്കഷനും നടക്കുന്നത് നമ്മുടെ ഓഫീസിലാണ്. അപ്പോൾ നമ്മളുടെ ഈ ഓഫീസിൽ തുടങ്ങി ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോറി ബോർഡിലൂടെ കടന്ന് അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് അതും കഴിഞ്ഞ് നമ്മളുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നവരെയുള്ള കാര്യങ്ങൾ, അതിനുശേഷമുള്ള സർവീസുകളുണ്ട്. ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്ന് തന്നെ പറയാമല്ലോ. ഇപ്പോൾ ജ്വല്ലറികൾക്ക്, ടെക്സ്റ്റൈൽസിന്, അല്ലെങ്കിൽ കൊടയ്ക്ക്, എല്ലാത്തിനും ബ്രാൻഡ് അംബാസഡേഴ്സ് വരുന്ന ഒരു സമയമാണ്. സെലിബ്രിറ്റീസിനെ ഉപയോഗിച്ചിട്ടില്ല? ഉണ്ട്, ഇഷ്ടമല്ല. ഇപ്പോൾ ജയരാജ് ബിൽഡേഴ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. സാധാരണ ഒരു പരസ്യം 10 തവണ കാണുന്നതും സെലിബ്രിറ്റി വെച്ചുള്ള ഒരു പരസ്യം ഒറ്റ തവണ ഉണ്ടാവും. ഏറ്റവും എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനം ഒന്ന് സാരി, അത് സ്റ്റൈലിങ്ങിന് വേണ്ടി അത്രയും നമ്മൾ സമയം ചിലവഴിച്ചാലേ അത് നന്നാവുള്ളൂ. പിന്നെ ജ്വല്ലറിയുടെ ഭംഗി, ജ്വല്ലറിയൊക്കെ നമ്മൾ ശരിക്കും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പോയി അവരുടെ ക്ലയൻറ്റിൻ്റെ കൂടെ 3 ദിവസം നടന്ന് എന്താണ് അവർക്കിപ്പോൾ ആവശ്യമുള്ളത്. കാരണം ഇത് കാണിച്ചാൽ പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വർഷത്തേക്ക് ഈ ജ്വല്ലറി തന്നെ കാണിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഹെയർ ഷോട്ടുകൾ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ സമയം പോകുന്നൊരു പരിപാടി പറയും. ഒരു ഷോട്ടിന് വേണ്ടി 2-2.5 മണിക്കൂറൊക്കെ ഒറ്റയടിക്ക് പോകും. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് ദുബായിൽ AU ഫിൻജ ജ്വല്ലറി, ഇപ്പോൾ ഞങ്ങൾ ശരിക്കും അടുത്ത് ഏറ്റവും എൻജോയ് ചെയ്തൊരു ഷോട്ടാണ്. ഒരു ഓസ്ട്രേലിയൻ ക്യാമറാമാൻ അതിനോട് ചെയ്ത്. ക്ലയൻറ്റിന് വളരെ പെർട്ടിക്കുലർ ആയിരുന്നു, ഒരു ബാങ്കിൾ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. സൗണ്ട് ഓഫ് ജ്വൽ കളക്ഷൻസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഒരു ബാങ്കിലൂടെ ഊർന്നിറങ്ങുന്ന കുറേ മണികൾ. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം ടൈറ്റ് ഷോട്ട്സ് ആണ്. അപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് എന്തിനുകൊണ്ട് ഒരു ഓസ്ട്രേലിയൻ ക്യാമറാമാൻ വേണം എന്നൊക്കെ പറഞ്ഞത്. ദുബായിൽ അവൈലബിൾ ആയിരുന്ന ഒരാളാണ്. അപ്പോൾ അത് ആഡ് കാണുമ്പോൾ മനസ്സിലാവും വളരെ ബ്രില്യൻ്റ് ആയിട്ട് അയാൾ അത് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റപ്പ്. എൻജോയ് ചെയ്തിട്ട് ജോലി ചെയ്യാന്ന് പറയുന്നത് ജോലിയുടെ സ്ട്രെയിനും സ്ട്രെസ്സും ഒന്നും നമ്മൾ അറിയാതെ നമുക്ക് പോകാൻ പറ്റും. ഏതായാലും ആ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ 3 പേരും. നിങ്ങൾക്ക് 3 പേർക്കും തുടർച്ചയായിട്ട് ഒരുമിച്ച് ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിയും. ലാലുവേട്ടന് തോന്നുന്ന സന്തോഷത്തിൻ്റെ ഒരു 10,000 മടങ്ങും സന്തോഷത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. താങ്ക് യു.